കേരള യൂണിവേഴ്സിറ്റിയുടെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനിൽ എല്ലാ പാർട്ടിക്കാരും ഇരുന്നിട്ട് ഭാരതം അണുബോംബ് പൊട്ടിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു ഭാരതം അഹിംസയുടെ പര്യായമായ രാജ്യമാണ്, ഒരു കാരണവശാലും ഭാരതം ആറ്റം ബോംബ് പൊട്ടിക്കരുതായിരുന്നു എന്ന് കുറെ പേര് പറഞ്ഞു. മറ്റു കുറെ പേര് പറഞ്ഞു ഈ ഗവൺമെന്റ് അത് പൊട്ടിക്കരുതായിരുന്നു, കാരണം ഈ ഗവൺമെന്റ് നല്ല കാര്യം ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ശരി. അങ്ങനെ പലരും പലതും പറഞ്ഞു. അവസാനം എന്റെ ടേൺ വന്നു. ഞാനാണ് അവിടെ ശാസ്ത്രജ്ഞന്മാരെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഭാരതം അഹിംസയുടെ രാഷ്ട്രമല്ല, ഭാരതം ഹിംസയുടെ രാഷ്ട്രമാണ്. എന്തിനാ ഇവരെല്ലാം അവതരിച്ചത്? ശ്രീകൃഷ്ണൻ അവതരിച്ചത് എന്തിനായിരുന്നു? ഗംഗാജലം ശുദ്ധീകരിക്കാനാ. ശ്രീകൃഷ്ണൻ അവതരിച്ചത് കംസനെ കൊല്ലാനാ. ശ്രീരാമൻ അവതരിച്ചത് രാവണനെ കൊല്ലാനാ. ഇനി കൽക്കി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. എവിടുന്നാ വരുന്നതെന്ന് അറിഞ്ഞൂടാ, ഏത് പാർട്ടിക്കാരനാന്ന്. ഏതായാലും അതും വരുന്നത് കൊല്ലാനാ. അപ്പൊ ഇത് ഹിംസയുടെ രാഷ്ട്രമാണ്. ഒരു വ്യത്യാസം, ഹിംസ എന്ന് പറയുന്നത് നശീകരണ ശക്തിയെ ഹിംസിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഭാരതത്തിൽ അഹിംസ എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ലക്ഷണമല്ല. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഈ 6 എവിടെയുണ്ടോ ഹേ ധർമ്മപുത്ര, അവിടെ മാത്രമേ ഈശ്വരൻ ഉണ്ടാകൂ. എന്തിനാ ധൈര്യം? വയലിൽ കൃഷി ഇറക്കാനാ? എന്തിനാ പരാക്രമം? പശുവിനെ അഴിച്ചുകൊണ്ട് കെട്ടാനാ? നോ, പരാക്രമം അധർമ്മികളെ നശിപ്പിക്കാൻ. ഇതായിരുന്നു ധർമ്മപുത്രന് പറഞ്ഞത്. ധർമ്മപുത്രരുടെ ചോദ്യത്തിന് ഉത്തരമായി ഭീഷ്മര് പറഞ്ഞത്. ധർമ്മപുത്രർ എന്നും ആവർത്തിച്ചുകൊണ്ടിരുന്നു. അത് ഒരു കാര്യവും കൂടി പറഞ്ഞിരുന്നു. ഞാൻ ആലോചിച്ചു പോയിരുന്നു, ആറ്റം ബോംബ് പൊട്ടിച്ച ഉടനെ അടൽ ബിഹാരി വാജ്പേയി ഈ വരി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അഗ്രതശ്ചതുരോ വേദ പൃഷ്ഠത സശരം ധനു ഇതം ബ്രാഹ്മ്യമിതം ക്ഷാത്രം ശാപാദവിശരാദവി. കൊത്തിവെക്കേണ്ട വരികളാ. മഹാഭാരതത്തില് ഭീഷ്മര് ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട ഈ വരി നെറ്റിയിൽ എഴുതി വെക്കാം. അഗ്രതശ്ചതുരോ വേദ, മുമ്പില് അറിവിന്റെ പര്യായമായിരിക്കണം. എല്ലാ അറിവുകളുടെയും ശക്തി നിന്നിലുണ്ടായിരിക്കണം. ധർമ്മപുത്രരെ പൃഷ്ഠത സശരം ധനു, പുറകില് ആവനാഴിയിൽ നിറച്ചും ശരമുണ്ടായിരിക്കണം. ശാപ ഇതം ബ്രാഹ്മ്യം, ബ്രാഹ്മ്യ ശക്തി കൊണ്ട്, ബ്രാഹ്മണ തേജസ് കൊണ്ട്, അറിവിന്റെ ശക്തി കൊണ്ട്, വേണമെങ്കിൽ അറിവിന്റെ ശക്തി കൊണ്ട്, ഇതം ക്ഷാത്രം മസിൽ പവർ കൊണ്ട്, വേണമെങ്കിൽ മസിൽ പവർ കൊണ്ട്, ശാപാദപി ശരാദപി, ശാപം കൊണ്ടോ ശരം കൊണ്ടോ രാഷ്ട്രത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ധർമ്മപുത്രർക്കുള്ളതാണ് എന്ന് ഭീഷ്മര് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞതിനേക്കാൾ എത്രയോ ഇരട്ടി ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ സാധിച്ചു. കാരണം എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്. ആ ഭീഷ്മരോടാണ് ഇത് ചോദിക്കേണ്ടത് എന്ന് ധർമ്മപുത്രരെ ഉപദേശിച്ച ശ്രീകൃഷ്ണന്റെ ഫാർസൈറ്റഡ്നെസ് പ്ലസ് നോളജ് അബൌട്ട് ദ പേഴ്സൺസ്, ക്വാളിഫിക്കേഷൻ ഓഫ് പേഴ്സൺസ്, ഇത് ശ്രീകൃഷ്ണനെ പോലെ മറ്റാർക്കുമില്ല. അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസ്. എല്ലാ യുദ്ധവും കഴിഞ്ഞ് എല്ലാവരും ചത്തും പോയി, കുറെ പേര് മരിച്ചും പോയി. ഇതെല്ലാം കഴിഞ്ഞ് പാണ്ഡവരും മറ്റെല്ലാവരും കൂടി രഥത്തിൽ കയറി പട്ടണപ്രവേശത്തിന് പോവുകയാണ്. പട്ടണപ്രവേശത്തിന് പോകുമ്പോൾ ഭീമനും അർജുനനും നകലനും സഹദേവനും ധർമ്മപുത്രനും ശ്രീകൃഷ്ണനും രഥത്തിലുണ്ട്. കാലാൽപ്പടകൾ ഇങ്ങനെ നിറച്ചുണ്ട്, ഇവിടെ പോലീസുകാരുള്ളത് മാതിരി. ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഒരു ചാർവാക ബ്രാഹ്മണൻ. ചാർവാക ബ്രാഹ്മണൻ എന്ന് പണ്ട് പേരുള്ളത് ഇപ്പൊ നമ്മളെ ഭരിക്കുന്നവരെയാ. എന്തും വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത, സത്യമാണോ നുണയാണോ എന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് സത്യമാണെങ്കിലും നുണയാണെങ്കിലും ധാർമ്മികത ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചാർവാകൻ എഴുതിയ പുസ്തകങ്ങൾക്ക് ചാർവാക സംഹിത എന്നാ പറയുക. അപ്പൊ ചാർവാക ബ്രാഹ്മണൻ ധർമ്മപുത്രരുടെ രഥത്തിന്റെ മുമ്പിൽ വന്ന് ഒരു 100 ചോദ്യം, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ മഹാഭാരതം വിവർത്തനം വായിച്ചാൽ 3-4 പേജില് ഈ ചാർവാക സംവാദമാണ്. ചാർവാകൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഹേ ധർമ്മപുത്രരെ, ആചാര്യനായ ദ്രോണാചാര്യനെ കൊന്ന നിങ്ങൾക്കാരാ ധർമ്മപുത്രരെന്ന് പേരിട്ടത്? ആചാര്യ ദേവോഭവ എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എങ്ങനെയാ ദ്രോണാചാര്യരെ കൊന്നത്? ഭീഷ്മ പിതാമഹനെ കൊന്നത്? അതും നുണ പറഞ്ഞ് കള്ളത്തരം ചെയ്ത് തുടങ്ങി ഒരു 100 ചോദ്യങ്ങൾ ചാർവാകൻ അങ്ങ് ചോദിക്കുക.
ഇന്നെങ്ങാനും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ യാതൊരു സംശയമില്ല, വാർദ്ധക്യകാല പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കാം. അത്രയും ഷാർപ്പായിട്ട് ഏതാണ്ട് 5070 വർഷങ്ങൾക്ക് മുൻപ് ചാർവാകൻ ഈ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ധർമ്മപുത്രർ നോക്കിയപ്പോൾ ചാർവാകൻ പറഞ്ഞത് അത്രയും ശരിയാ, ഞാൻ ധർമ്മപുത്രരെ എന്ന പേരിന് അർഹനല്ല. ഞാൻ എൻ്റെ ഗുരുവിനെ കൊന്നു, പിതാമഹനെ കൊന്നു, കുടുംബാംഗങ്ങളെ കൊന്നു, സഹോദരന്മാരെ കൊന്നു, സർവ്വതിനെയും കൊന്ന ഞാൻ എങ്ങനെയാ ധർമ്മപുത്രരാവുക? ഉടനെ ശ്രീകൃഷ്ണനെ നോക്കി ധർമ്മപുത്രര് പറഞ്ഞു, കൃഷ്ണ, ചാർവാക ബ്രാഹ്മണൻ പറഞ്ഞത് 100% ശരിയാ. ഞാനിതാ കാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് രാജ്യവും വേണ്ട, ഭരണവും വേണ്ട, ഞാൻ തിരിച്ചു പോവുകയാണ്. ഉടനെ ശ്രീകൃഷ്ണൻ ചോദിച്ചു, നീ പോകുന്നതിൽ വിരോധമൊന്നുമില്ല. കാട്ടിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? ഈ മരിച്ചവർക്കെല്ലാം ശ്രാദ്ധം ഇടാൻ പോവാ. അതും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. എന്നിട്ടും ശ്രാദ്ധം ഇടും. പിന്നെ കുറെ പേര് മരിച്ചില്ലേ? എത്ര കാലമാണ് ശ്രാദ്ധം ഇടാൻ പോകുന്നത്? ഈ ജന്മം മുഴുവനും. അപ്പൊ ഉടനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, 16 ജന്മം നീ പ്രായശ്ചിത്ത കർമ്മം ചെയ്താലും ഇത്രയും പേരെ കൊന്ന പാപം തീരില്ല. കാരണം ഇത്രയും പേരെ കൊന്നത് എന്തിനു വേണ്ടിയാ? കാട്ടിലേക്ക് പോവാൻ വേണ്ടി. കാട്ടിലേക്ക് പോവാൻ വേണ്ടിയാ നീ ഇത്രയും പേരെ കൊന്നത് എന്നുള്ളതാണ് സത്യം. അതല്ല, ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ സ്വധർമ്മം അഭിചാപേക്ഷ നവികമ്പിതുമർഹതി. നിന്റെ ധർമ്മമാണ് ശത്രു നിഗ്രഹം, രാഷ്ട്രത്തെ രക്ഷിക്കുക. അതുകൊണ്ട് രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഇത്രയും പേരെ കൊന്നത് എന്നുള്ളത് നിന്റെ കുലധർമ്മമാണ്. കുലധർമ്മവും മറ്റു ധർമ്മവും വ്യത്യാസം. പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 2 ശത്രു സൈന്യത്തെ കൊന്നാൽ പരമവീരചക്രം കിട്ടും. ഏറ്റുമാനൂർ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ആ വഴിപോക്കനെ ആരെയെങ്കിലും കൊന്നാൽ 12 വർഷം തടവ് ശിക്ഷ കിട്ടും. കൊന്നത് 2 മനുഷ്യരെയാ. പക്ഷേ ഒന്ന് കൊന്നത് സാധാരണക്കാരനെ ഏറ്റുമാനൂർ വെച്ച്, മറ്റേത് കൊന്നത് ശത്രുവിനെ പരമവീരചക്രം. കൊന്നത് മനുഷ്യരെ എന്നല്ല, എന്തിനു വേണ്ടി കൊന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ധർമ്മപുത്ര എന്താ വേണ്ടതെന്ന് വെച്ചാൽ യുക്തമാതിരി ചെയ്യാം. ഉടനെ ധർമ്മപുത്രർ രഥത്തിൽ കയറി പട്ടണപ്രവേശനം നടത്തി വീട്ടിലേക്ക് പോയി. കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഭരിച്ചു. അവിടെ ഇരുന്ന് ശ്രീകൃഷ്ണൻ വാദിച്ചില്ല. 700 വരികളുള്ള ശ്ലോകങ്ങൾ പറഞ്ഞില്ല. റാഷണൽ അനാലിസിസ് എന്തിനു വേണ്ടി ചെയ്തു എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് ധർമ്മപുത്രരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ച അത്രയും ഷാർപ്പ് ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ അനാലിസിസ് ഭാഗവത സത്രത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാം. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആദർശ പുരുഷനാണ്. ചിലരുടെ മനസ്സിലുണ്ടാകും, ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരെങ്ങനെയാ വന്നത്? ഒരു ഭാര്യയെ ഉണ്ടാക്കിയിട്ട് ഏറ്റുമാനൂര് വരാൻ ബുദ്ധിമുട്ടിയവരുണ്ട്. 16,008 വെച്ച് എങ്ങനെയാ സർവൈവ് ചെയ്യുക? ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണൻ ചെയ്തത് ഒരൊറ്റ കാര്യം. അതിനോട് ഉപമിക്കാൻ മാവോ സേതുങ് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ ചെയ്തതാണ് മാവോ സേതുങ് ചെയ്തത്, അല്ലെങ്കിൽ മാവോ സേതുങ് ചെയ്തതാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. എന്തായിരുന്നു? മാവോ സേതുങ് ചൈനയുടെ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ അവിടത്തെ പൂർവഭരണാധികാരികളാൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട സ്ത്രീകളെ എല്ലാവരെയും മോചിപ്പിച്ചു. ഇടതും വലതും നോക്കാതെ മോചിപ്പിച്ചു. എല്ലാവരും സന്തോഷത്തോടു കൂടി അവനവന്റെ വീട്ടിൽ പോയി. പക്ഷെ അവരെ ആരും സ്വീകരിച്ചില്ല. അവര് ജോലി അന്വേഷിച്ച് നടന്നു, ആരും ജോലി കൊടുത്തില്ല. സ്വാഭാവികമാണ്, വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരു സ്ത്രീയെ ഏത് വീട്ടുകാരാ സ്വീകരിക്കുക? ഏത് കമ്പനിക്കാരാ സ്വീകരിക്കുക ജോലി കൊടുത്ത്? അതുകൊണ്ട് അവരെല്ലാവരും ആ സ്ത്രീകൾ തിരിച്ച് മാവോ സേതുങ്ങിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങളെ തിരിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കണം, സമൂഹം ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഉടനെ മാവോ സേതുങ് ചെയ്തത് ഇവർക്കെല്ലാം നാഷണൽ വിമൻ സ്റ്റാറ്റസ് കൊടുത്തു. NWS സർട്ടിഫിക്കറ്റ്, നാഷണൽ വിമൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, സ്റ്റാറ്റസ് കൊടുത്തു. ദേശീയ വനിതകളാണെന്ന പദവി കൊടുത്തു. അവരെ വിവാഹം കഴിക്കുന്നവർക്ക് ജോലിയിൽ റിസർവേഷൻ ഉണ്ട്. അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നവർക്ക് സെയിൽ ടാക്സിലും ഇൻകം ടാക്സിലും റിഡക്ഷൻ ഉണ്ട്. അങ്ങനെ സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മാവോ സേതുങ് അവർക്ക് വേണ്ട എല്ലാ കൺസെഷനും കൊടുത്തതുപോലെ മാവോ സേതുങ് ജനിക്കുന്നതിന് 5000 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ നരകാസുരന്റെ ജയിലിൽ കിടന്ന സ്ത്രീകളെ, നരകാസുരനെ കൊന്നു വിമോചിപ്പിച്ചപ്പോൾ അവരെ സമൂഹം അംഗീകരിച്ചില്ല. അന്ന് അവർക്ക്
രാജപത്നിയുടെ സ്ഥാനം കൊടുത്തു. അന്ന് നാഷണൽ വിമൻ സ്റ്റാറ്റസ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാൻ, കാരണം വൈസ് ചാൻസലർ ഒന്നും ഇല്ല അന്ന്. അതുകൊണ്ട് രാജപത്നിമാരുടെ പദവി അവർക്ക് കൊടുത്തു. ദേശീയ വനിതകളുടെ, നമ്മൾ പറയാറില്ലേ, ഫസ്റ്റ് സിറ്റിസൺ, ഫസ്റ്റ് വിമൻ സിറ്റിസൺ, പ്രസിഡന്റ് ഫസ്റ്റ് സിറ്റിസൺ ആണ്, പത്നി ഫസ്റ്റ് ലേഡി എന്നെല്ലാം പറയുന്നത് പോലെ രാജാവ് എന്ന ഒന്നാം പൗരനും രാജ്ഞി എന്ന ഒന്നാം പൗര സ്ത്രീയും അവരുടെ സ്ഥാനത്ത് ഇവർ വന്നപ്പോൾ സമൂഹത്തിന്റെ അംഗീകാരം കിട്ടി. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കിട്ടുന്ന അംഗീകാരം പോലെ ഈ സ്ത്രീകൾക്ക് അംഗീകാരം കിട്ടി. ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നമ്പറും കൊടുത്തു, 16,000. 33 കോടി ദേവന്മാരെന്ന് പറയാറില്ലേ? എങ്ങനെയാ 33 എന്ന നമ്പർ കിട്ടിയത്? ഒരു റൗണ്ട് ഫിഗർ ആക്കായിരുന്നില്ലേ? വല്ല 1,00,000 ദേവന്മാരെന്നോ 1 കോടിയെന്നോ 50 കോടിയെന്നോ റൗണ്ട് ഫിഗർ ആക്കാൻ സാധ്യല്ല. സമസ്ത ജീവജാലങ്ങളിലും 1/3 ഈശ്വരീയമായ ക്വാളിറ്റി ഉണ്ട്, 33%. 1/3 ആസുരീകമായ ശക്തിയുണ്ട്, 33%. 1/3 മാനുഷിക സ്വഭാവമുണ്ട്, അസുരഗണം, മനുഷ്യഗണം, ദേവഗണം. അതുകൊണ്ട് 33 കോടി, കോടി ഈസ് കോർണർ പെർസെന്റേജ്. 33 കോടി ദേവന്മാരുള്ളതുപോലെ ഒരു നമ്പർ അതിന്റെ പകുതി വരത്തക്ക വിധത്തില് 16,000 ഭാര്യമാരെന്ന് പറയുമ്പോൾ നരകാസുരന്റെ ജയിലിൽ നിന്ന് വിമോചിതരായ സ്ത്രീകളെ രാജപത്നി സ്ഥാനം കൊടുത്ത് അംഗീകരിപ്പിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ചെയ്തത് ഒരു സോഷ്യൽ റിഫോർമറുടെ, സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈശ്വരാവതാരത്തിന്റെ ഉജ്ജ്വലമായ ചെയ്തികളാണ്. അതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ഒപ്പമെത്താൻ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഓരോ വരികളും നോക്കുക. ധൃതരാഷ്ട്രർ ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭീമനെ അടുത്ത് വിളിച്ചപ്പോൾ ഭീമനോട് മാറി നിൽക്കാൻ പറഞ്ഞൊരു പ്രതിമ കൊടുത്തു. കാരണം കണ്ണ് കാണില്ലെങ്കിലും മസിൽ പവർ ധൃതരാഷ്ട്രർക്ക് എത്രയുണ്ടെന്ന് ശ്രീകൃഷ്ണൻ അറിയാം. അതായിരുന്നു ശ്രീകൃഷ്ണൻ. അനാലിറ്റിക്കൽ കപ്പാസിറ്റി ഓരോന്നിന്റെയും എടുത്തു നോക്കുക. ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ് കപ്പാസിറ്റിക്ക് അടുത്ത് വരാൻ ഒരാളുമില്ല. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി ദേവദുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാന്ധീവം സംസദേ ഹസ്താത് ത്വച്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും വ്യപദീവ ച മേ മന. എന്റെ മനസ്സ് മുഴുവനും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ നെർവസായ ഒരു മനുഷ്യന്റെ വാക്കുകളെ വിവരിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന അർജുനനെ ശ്രീകൃഷ്ണൻ ട്രീറ്റ് ചെയ്തത് ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റാ, സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റാ. സാധാരണ എന്തെങ്കിലും കണ്ടു പേടിച്ച് വീട്ടിനകത്തേക്ക് വരുന്ന കുട്ടികളെ പണ്ടത്തെ അമ്മമാര് സാന്ത്വനിപ്പിക്കുന്നത് തലോടിയിട്ടല്ല. എന്തെങ്കിലും പേടിച്ച് ഓടി വരുന്ന കുട്ടി അടുത്ത് വരുമ്പോൾ ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. ആ അടി വെച്ചു കൊടുത്ത ഉടനെ തലോടും. കാരണം പേടിപ്പെടുത്തുന്ന ഓർമ്മ ഡീപ്പ് മനസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് അടിയുടെ വേദന മനസ്സിലേക്ക് കടക്കണം. വേദന തലോടി മാറ്റാവുന്നതേ ഉള്ളൂ, പേടി തലോടി മാറ്റാൻ സാധ്യമല്ല. അത് സൈക്കോളജിക്കൽ എഫക്റ്റാ, മറ്റത് ഫിസിയോളജിക്കൽ എഫക്റ്റാ. ഫിസിയോളജിക്കൽ എഫക്ട് ക്യാൻ ബി ക്യൂർഡ്. അതാണ് അമ്മൂമ്മമാര് ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ കാലത്ത് കുറെ ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്നിരുന്ന് ശിശു സംരക്ഷണത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തി. 6 ഡോക്ടർമാരിൽ 5 പേരുടെയും പേരിന്റെ അവസാനത്തിൽ അമ്മയുണ്ടായിരുന്നു. ത്രേസ്യാമ്മ, ശോശാമ്മ, പാർവതി അമ്മ എന്ന് പറഞ്ഞ് എല്ലാവരും ശിശു സംരക്ഷണത്തെക്കുറിച്ച് കുറേ അധികം സംസാരിച്ചതിന് ശേഷം വിമൻസ് കോളേജിലെ ഒരു പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം എന്താ കൺക്ലൂഷനിലെത്തിയത്? കേരളത്തിലെ ശിശുക്കളെ സംരക്ഷിക്കാൻ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? എല്ലാവരും ഒരൊറ്റ വാക്കിൽ ആൻസർ പറഞ്ഞു, ഗോ ബാക്ക് ടു ഗ്രാൻഡ് മാസ് ടെക്നോളജി. അമ്മൂമ്മയുടെ സാങ്കേതിക വിദ്യയിലേക്ക് തിരിച്ചു പോവുക. അതായത് അമ്മൂമ്മ കൊടുത്തിരുന്ന പഴങ്കഞ്ഞിയും ചാറും കുറുക്കും അതുമാതിരി ഉള്ളതും കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമം കുട്ടികൾക്ക്. 5.5 വർഷം മെഡിക്കൽ കോളേജിൽ ഇരുന്ന് പഠിച്ചത് അമ്മൂമ്മയുടെ ടെക്നോളജിയാ എന്ന് മനസ്സ് ചോദിച്ചു. ആധുനിക ശാസ്ത്രം ചെന്ന് നിൽക്കുന്ന ശിശു സംരക്ഷണത്തിലും ഭാരതീയ സിദ്ധാന്തത്തിൽ തന്നെയാ. ആ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയത്, ഗോ ബാക്ക് ടു ഗ്രാൻഡ് മാസ് ടെക്നോളജി. അങ്ങനെ ആ അമ്മൂമ്മമാര് കുട്ടിയെ അടിച്ചതുപോലെ
കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. കശ്മലം എന്നൊരു വാക്ക് ഭാരതീയ ചിന്താധാരയെ പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ പുസ്തകത്തിലേ ഉള്ളൂ, അത് ഭഗവത്ഗീതയില്. കശ്മലം എന്നൊരു വാക്ക് മറ്റൊരെണ്ണത്തിൽ വരുന്നുണ്ട്, നിരുക്തത്തില്, ഡിക്ഷണറിയില്. ആ നിരുക്തത്തിലെ കശ്മലം എന്ന വാക്കിന്റെ അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പദങ്ങളിൽ ചേർത്തിരിക്കുന്നത്, പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആത്മീയ ചിന്താധാരയില് കാളിദാസന്റെ ദുഷ്യന്ത സംവാദത്തിലുണ്ട്. അത് മാറ്റി നിർത്തിയാൽ, ശാകുന്തളത്തിലെ ആ വാക്ക് മാറ്റി നിർത്തിയാൽ, ആത്മീയ ചിന്താധാരകൾ ഒഴുകുന്ന ഒരൊറ്റ പുസ്തകത്തിലെ കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ഈ കുരുക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ആര്യന്മാർക്ക് കീർത്തികരമല്ലാത്ത കശ്മലമായ ഈ ചിന്താധാര നിനക്ക് എവിടെ നിന്നാ വന്നേ ഹേ അർജുന എന്ന് ചോദിച്ച് അർജുനന്റെ ചെകിടത്തൊരടി കൊടുക്കാണ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. അടുത്ത വരി അത്രയും ശക്തിയുള്ളതല്ല. ക്ലൈഭ്യം ആസ്മകമപാർത്ത നൈതത്വയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തവ. എത്ര രസകരമാണ്. ഹേ അർജുന, നിന്റെ ക്ലൈഭ്യത്തെ മാറ്റുക, നിന്റെ ഹൃദയത്തിന്റെ ആ ദൗർബല്യത മാറ്റുക, ഉജ്ജ്വലമായി കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഇത് ശ്രീകൃഷ്ണൻ അല്ലാതെ മറ്റേത് ഈശ്വരനാ സാധിക്കുക? അതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ലാസ്റ്റ് വേർഡിങ്സ് ഉണ്ട്. എന്തിനാ ഞാൻ പ്രവർത്തിക്കുന്നത്? നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ടത്യകർമ്മകൃത്. ഒരൊറ്റ ക്ഷണം പോലും, ഒരു ക്ഷണം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന്റെ 18 ആ ഒരു ക്ഷണം പോലും ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും അനങ്ങാതെ റെസ്റ്റ് എടുക്കാൻ സാധ്യമല്ല. സകലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കണം. ഒരാറ്റത്തിന്റെ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ 2188 കിലോമീറ്റർ വേഗതയിൽ ഒരാറ്റത്തിന്റെ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കണം. നടുക്കുള്ള ന്യൂക്ലിയസ് 32 ലക്ഷം പ്രാവശ്യം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കണം. അനങ്ങാതിരിക്കാൻ സാധ്യമല്ല. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കണം. എത്ര വേഗത്തിൽ? 1640 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കണം. ഈ സൗരയൂഥം നീങ്ങിക്കൊണ്ടിരിക്കണം. 69,000 കിലോമീറ്റർ വേഗതയിൽ സോളാർ സിസ്റ്റം നീങ്ങിക്കൊണ്ടിരിക്കണം. ഓരോ ചെടിയും ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കണം. സൂര്യപ്രകാശത്തിൽ ഫോട്ടോസിന്തസിസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ആരും വെറുതെ ഇരിക്കുകയല്ല. കൃത്യം 72 പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിറ്റിൽ 16 പ്രാവശ്യം ശ്വസിച്ചുകൊണ്ടിരിക്കണം. ഓരോ സെല്ലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ടതി അകർമ്മകൃത്. ഇത് യൂണിവേഴ്സൽ റൂളാണ്. ആധുനിക ശാസ്ത്രം പോലും ഇത്രയും ചിന്തിച്ചിട്ടില്ല. അത്രയും ഉജ്ജ്വലമായ ഒരു വേർഡിങ്സ് ആണ് ശ്രീകൃഷ്ണന്റേത്. ഞാൻ എന്തിനാ പ്രവർത്തിക്കുക? തനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രവർത്തിക്കണം. ഞാൻ എന്തിനാ ഓഫീസിൽ പോകുന്നത്? ഓഫീസിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഓഫീസിൽ പോയേ പറ്റൂ. ഭാര്യയെ എന്തിനാ സംരക്ഷിക്കുന്നത്? ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് സംരക്ഷിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് ദ ആൻസർ. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ദാറ്റ് യു ഹാവ് ടു ഡു, നോ അതർ ആൾട്ടർനേറ്റീവ് എന്ന് അർജുനനോട് പറഞ്ഞപ്പോൾ മാനേജ്മെന്റിന്റെ, വെദർ ഇറ്റ് ഈസ് ഫാമിലി മാനേജ്മെന്റ്, വെദർ ഇറ്റ് ഈസ് ഒഫീഷ്യൽ മാനേജ്മെന്റ്, വെദർ ഇറ്റ് ഈസ് അക്കാഡമിക്കൽ മാനേജ്മെന്റ്, you have to follow that rule because it is universal rule. യൂണിവേഴ്സൽ നിയമമാണത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഈ ഭാഗവത സത്രത്തിലൂടെ നമ്മളോട് തരുന്ന മെസ്സേജ്, കർമ്മമണ്ഡലത്തിൽ അനുനിമിഷം പ്രവർത്തനോന്മുഖമാവുക. ഭാഗവത സത്രത്തിന്റെ ലക്ഷ്യവും അതാണ്. ഈ ധർമ്മം ഈ നാട്ടില് 11,000 വർഷം തിളങ്ങിയിരുന്നു എങ്കിൽ 1000 വർഷത്തെ അടിമത്വത്തിനു ശേഷവും പൂർവാധികം ശോഭയോടുകൂടി വിളങ്ങുന്നു എങ്കിൽ ആധുനിക ലോകം ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ ഇതിനെ വിലയിരുത്തുന്നു എങ്കിൽ അതിന് കാരണം പൂർവ പിതാമഹന്മാര് ഈ ചിന്താധാരകൾ ഓരോ തലമുറയ്ക്ക് കൈമാറിയതാണ്. ഇന്നത്തെ ഇവിടെ ജീവിക്കുന്ന ഹിന്ദുവിന് കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ദീപം
അടുത്ത തലമുറ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഭാഗവത സത്രത്തിലൂടെ മോക്ഷത്തിന് പോകാൻ സാധ്യമല്ല. മോക്ഷം എന്ന കർമ്മം ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും ശ്രീകൃഷ്ണൻ, ഭാഗവത ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ച അതേ വരിയാണ്. സ്വധർമ്മമപി ചാപേക്ഷ്യ നവികമ്പിതുമർഹതി സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാത് ഭയാവഹാത്. സ്വധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ സംരക്ഷിക്കുക, ഉജ്ജ്വലമാക്കുക. ഓരോ തലമുറയും അതിന്റെ പരിപാവനമായ കാറ്റേറ്റ് വിലസണം, ഇവിടെ പ്രഭാപൂരിതമാകണം. ഹിന്ദുവിനെ നശിപ്പിക്കാൻ അത്രയും എളുപ്പം സാധ്യമല്ലെങ്കിലും സാധിക്കും. ഗംഗാനദി അനസ്യൂതം 2800 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അസാധാരണമായ മലിനജലം അതിലേക്ക് ചേർന്നാൽ ഗംഗാനദിയുടെ പവിത്രത പോകും. അത്രയും മലിനജലം ഹിന്ദു ധർമ്മത്തിലേക്ക് പ്രവഹിക്കുന്നു. ക്ഷേത്രത്തെ മുഴുവനും തച്ചുടയ്ക്കുന്ന നിയമം മുമ്പിൽ വന്നിട്ടുണ്ട്. ഹിന്ദുവിനെ ഹിന്ദു അല്ലാതെയാക്കുന്ന നിയമമുണ്ട്. ഈ നാട്ടിൽ അക്ബർ ട്രീറ്റ് ചെയ്തതുപോലെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആയിട്ട് ഹിന്ദുവിനെ ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒന്നുമല്ല. ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മളുമാണ്. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാവൂ. കൺവേർഷൻ എവിടെ നടന്നാലും അത് നിർത്തിയേ മതിയാവൂ. ഈ രാഷ്ട്രത്തിന്റെ ജാജ്വല്യമായ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. യജുർവേദത്തിന്റെ 40-ാം അധ്യായത്തിലെ അവസാനത്തെ വരിയിൽ പറയുന്ന വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര. വായുവും ജലവും അഗ്നിയും അടങ്ങിയിരിക്കുന്ന ഈ ശരീരം അവസാനം ഭസ്മമാകും. ആ ശരീരം ഭസ്മമാകുന്ന സമയത്ത്, വിറകിന്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് എന്റെ കർമ്മം ചെയ്യാൻ, എന്റെ ധർമ്മം ചെയ്യാൻ, എന്റെ ധർമ്മത്തെ സംരക്ഷിക്കാൻ എനിക്കായില്ലല്ലോ ജഗദീശ്വര എന്ന് ആ ഡെഡ് ബോഡിക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഇന്നേ ചിന്തിക്കാൻ സാധിക്കൂ. കർമ്മമണ്ഡലമുണ്ട്. യോഗികളായിട്ട് പ്രവർത്തിക്കുക. കർമ്മനിരതരാകാൻ വേണമെങ്കിൽ കർമ്മനിരതരാവുക. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ. ശ്രീകൃഷ്ണന്റെ ഉപദേശമാണ്. അസ്മിൻ ലോകേ നിഷ്ഠ ദ്വിവിധ ഭവതി ഭവത. ഈ ലോകത്തിൽ 2 തരത്തിലുള്ള കർമ്മമാണുള്ളത്. ഏതാണ്? ജ്ഞാനയോഗേന സാഖ്യാനാം. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിച്ച് ജ്ഞാനയോഗികളായിട്ട് ഈ കേരളം മുഴുവനും ഭാരതം മുഴുവനും വിദേശത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അവിടെയും ഈ ധർമ്മത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിപ്പിച്ച് സാഖ്യയോഗികളെ പോലെ യോഗികളായിട്ട് പ്രവർത്തിക്കുക. കർമ്മയോഗേണ യോഗിനാം. കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഭാഗവത സത്രം സംഘടിപ്പിച്ചവരുണ്ട്. നിരന്തരം പ്രവർത്തിച്ച് പ്രയത്നിച്ച് ഒരു അവാർഡിനും റിവാർഡിനും വേണ്ടിയല്ല, ആരുടെയും പത്മശ്രീയും പത്മഭൂഷണും വേണ്ടിയല്ല, അംഗീകാരത്തിന് വേണ്ടിയല്ല, വിയർത്തൊലിച്ച് എന്തിനു വേണ്ടി? ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി. എന്തിനാ ധർമ്മത്തെ സംരക്ഷിക്കുന്നത്? ധർമ്മത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ, നമുക്ക് സാധിച്ചില്ലെങ്കിൽ മറ്റാരും ഇതിന്റെ ഹോൾസെയിൽ കോൺട്രാക്ട് ഏറ്റെടുക്കില്ല. 240 MLA-മാർ ഇതിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കില്ല. 540 MP-മാർക്ക് ഇത് ഏറ്റെടുക്കാൻ സാധ്യമല്ല. നമ്മളെ ഭരിക്കുന്നവർ നമ്മളെ സെക്യൂരിറ്റി നോക്കേണ്ട കാര്യമില്ല. ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് എന്റെയും നമ്മുടെയും കർത്തവ്യമാണ്. അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം. അനാവശ്യമായ അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം. ബ്രാഹ്മണ മേധാവിത്വമുണ്ടെങ്കിൽ പറയണം, വേദം പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം വേദം എഴുതിയത് മുക്കുവനാണ്. വേദം എഴുതിയത് ബ്രാഹ്മണനല്ലല്ലോ, വേദവ്യാസൻ മുക്കുവനല്ലേ. എനിക്ക് വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് പറയണം. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല, ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല, വിശ്വാമിത്രൻ ബ്രാഹ്മണനായിരുന്നില്ല, ഐതരേയൻ ചണ്ടാളനായിരുന്നു, വാത്മീകി കാട്ടാളനായിരുന്നു. ഇവർക്കെല്ലാം വേദം പഠിക്കാമെങ്കിൽ, ഇവർക്കെല്ലാം വേദരചന നടത്താമെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഇത് പഠിക്കാവൂ എന്നുള്ളത് അംഗീകരിക്കാൻ സാധ്യമല്ല. പൂർവ്വ പിതാമഹന്മാര് ബ്രഹ്മോ വാ ബ്രഹ്മജോ വാ ശൂദ്രോ വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും
സത്യമായിരിക്കണമെന്ന് മാത്രം ആരെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താതസ്യ കൂപോയം ഇതി ബ്രുവാണ കാ പുരുഷക്ഷാരജലം പിബന്തി. അച്ഛൻ കുഴിച്ച കിണറാണ്, അതിൽ ഇന്ന് ഉപ്പുവെള്ളമാണ്. അച്ഛനോട് എനിക്ക് ബഹുമാനമുള്ളത് കൊണ്ട് അച്ഛൻ കുഴിച്ച കിണറ്റിലെ ഉപ്പുവെള്ളം തന്നെ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല വെള്ളം കുടിക്കുക. അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താം. പൂർവികർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തി ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ മുമ്പോട്ട് വരണം. ഏറ്റുമാനൂർ തേവരുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞയെടുക്കണം. ഓരോരുത്തർക്കും സാധിക്കണം. ഇവിടെയുള്ള പ്രൊഫസർമാരെ വിളിച്ചു വരുത്തണം, വൈസ് ചാൻസലർമാരെ കൊണ്ടുവരണം, ഡോക്ടർമാരെ കൊണ്ടുവരണം, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ കൊണ്ടുവരണം. ആലപ്പുഴയില് ഭഗവത്ഗീതയെക്കുറിച്ച് ഒരു മൗലവി പ്രസംഗിക്കുന്ന കേട്ടു, ഉജ്ജ്വലമായ പ്രസംഗം. അവരെയും വിളിച്ചു വരുത്തണം. അവർക്കാർക്കെല്ലാം ഈ തീർത്ഥത്തിൽ ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞൊരു ചെറിയ സംഖ്യ തീർത്ഥം ആവാഹിക്കുന്നത് പോലെ ഇവരെ എല്ലാവരെയും ആവാഹിച്ച് പരശുരാമ ക്ഷേത്രത്തിൽ ഭാരതവർഷത്തിൽ ഭരതഖണ്ഡത്തിൽ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാഹ ദക്ഷിണേ തീരെ ഈ ദേശത്തിൽ ഏഷ്യ ഭൂഖണ്ഡം എന്ന ജംബുദ്വീപിൽ പൂർവാധികം ശോഭയോടുകൂടി ഈ ധർമ്മം വിരാജിക്കണം. അമ്മമാരിറങ്ങണം, വയസ്സായവർ നേതൃത്വം കൊടുക്കണം. ചെറുപ്പക്കാര് BScയും MScയും മാത്രം എടുത്താൽ പോരാ, പഠിക്കാൻ സാധിക്കുമെങ്കിൽ പഠിച്ച് ഹിന്ദുധർമ്മം പ്രചരിപ്പിക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങി ഈ ധർമ്മത്തെ സംരക്ഷിക്കുക. അനുനിമിഷം വേണം. ഡിറ്റീരിയറേഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിലാണ് ഹിന്ദു ധർമ്മത്തിന് അല്പം തകർച്ച സംഭവിക്കുന്നത്. അനുവദിക്കരുത്. ഈ ധർമ്മം എന്റെ പിതൃസ്വത്താണ്. മൈ ഹെറിറ്റേജ്, മൈ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ഇറ്റ് ഈസ് അണ്ടർലൈൻഡ്. ഇറ്റ് കൻ നെവർ ബി ഇവേഡഡ്. അത് ആരുടെയെങ്കിലും തലയിൽ ഏൽപ്പിച്ചു പോകാൻ സാധ്യമല്ല. ആരെയും ഉൾപ്പെടുത്തുക. നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരിക്കാം, കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, മുസ്ലിം ലീഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ആയിരിക്കാം. ലെറ്റ് യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ, ലെറ്റ് യു ഹാവ് യുവർ ഓൺ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, യുവർ ഓൺ റിലീജിയസ് കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. വേണമെങ്കിൽ വെക്കുക, വേണ്ടെങ്കിൽ കളയുക. ധർമ്മം ഒരൊറ്റ തന്തുക്കളാണ്. ഈ മണികളെല്ലാം ഒരൊറ്റ സൂത്രത്തിൽ കോർത്തിണക്കി എന്ന് കൃഷ്ണൻ പറഞ്ഞതുപോലെ ആ സൂത്രേ മണികളായിവ, ഒരൊറ്റ സൂത്രത്തിൽ എല്ലാവരും ഇഴുകിച്ചേരണം. നാരായണ ഗുരുവായാലും ചട്ടമ്പിസ്വാമി ആയാലും മാധ്വാചാര്യരായാലും ശങ്കരാചാര്യരായാലും ഇവരൊന്നും ജീവിച്ചത് ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. ഇവർ ജീവിച്ചത് ഈ ധർമ്മത്തിന് വേണ്ടിയായിരുന്നു. അവർ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് ഈ ധർമ്മത്തിന് വേണ്ടിയായിരുന്നു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് കൺവർഷനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നില്ല. നാരായണ ഗുരുവിന്റെ അടുത്ത് ഞങ്ങൾ മതം മാറാനാണെന്ന് പറഞ്ഞു പോയവരോട് നാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾക്ക് മതം മാറിയേ പറ്റൂ എങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് സനാതന ധർമ്മത്തിലേക്ക് മാറിക്കോളാനാ പറഞ്ഞത്. അദ്ദേഹം ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മാറാൻ പറഞ്ഞില്ല. കാരണം അദ്ദേഹം ഋഷീശ്വരനായിരുന്നു. മൂന്നാമത്തെ ഒരു വിഭാഗമില്ലേ, ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിട്ട് വേണ്ടാത്തവരും. ഉണ്ടായിട്ട് വേണ്ടാത്തവരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുവും. ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവതാര പുരുഷന്മാരായി വന്നത്. അവരുടെ പാദധൂളി ഏൽക്കണം. ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം, വിശ്വാസം സംരക്ഷിക്കപ്പെടണം. ഭാരതത്തിന്റെ ആത്മചൈതന്യത്തെ തൊട്ടറിഞ്ഞ് 40 വയസ്സിൽ താഴെ മാത്രം ജീവിച്ച ഒരു യുവ സന്യാസി പറഞ്ഞതാണ്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കണം. ആ ജഗദീശ്വരന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ഈ ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കണം. അതിനുള്ള കർത്തവ്യം ഏറ്റെടുക്കണം. എവിടെയെല്ലാം കർമ്മമണ്ഡലത്തിൽ അവനവന്റേതായ അർഘ്യം കൊടുക്കാൻ സാധിക്കുമോ, സൂര്യന് വിളക്ക് വെക്കാൻ സാധിച്ചതുപോലെ ഈ ധർമ്മത്തിന് വിളക്ക് വെക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ചെയ്യുക. 100 നാമം ജപിക്കണമെന്ന് ഞാൻ പറയില്ല. 100 നാമം ജപിക്കുന്ന സമയത്ത് 10 കുടുംബത്തിൽ ചെന്ന് കണ്ട് ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയൊരു പുണ്യം മറ്റൊന്നുമില്ല. ഈ ധർമ്മത്തെ ലോകം 21ാം നൂറ്റാണ്ടിന്റെ ധർമ്മമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. 3ാം സഹസ്രാബ്ദത്തിന്റെ ധർമ്മമായി അംഗീകരിച്ചിരിക്കുന്നു. ശാസ്ത്രം അടിവരയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന്റെ ഉപജ്ഞാതാക്കളായ ഞാനും നിങ്ങളും ഈ ധർമ്മത്തിന്റെ സംരക്ഷണക്കാരായിട്ട് മുമ്പോട്ട് വന്നില്ലെങ്കിൽ മറ്റാരു വരും? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏറ്റുമാനൂര് തൊഴുത്
സത്രത്തിന്റെ വിവരണങ്ങൾ കേട്ട് ധാർമ്മിക ചിന്താധാരകൾ അറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഏത് വിശ്വാസങ്ങളുമാകട്ടെ, നിരീശ്വരവാദിയാണെങ്കിലും ആകട്ടെ, എവിടെയെല്ലാം ധാർമ്മിക കർമ്മങ്ങളുണ്ടോ, എവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മാറ്റിവെക്കുക, ആ കർമ്മവുമായി ചേരണം, പ്രവർത്തിക്കണം, ധർമ്മത്തെ സംരക്ഷിക്കണം. ജഗതീശ്വരൻ ഓരോരുത്തർക്കും അതിന് അനുഗ്രഹം നൽകണം. ജഗതീശ്വരന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിന് ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ.